ആദ്യം മിസ്റ്റിമോളൊന്ന് ചിരിച്ചേ. ഇത് അമിട്ടല്ല, ഇത് ചെറിയ ചിക്ക് ബുക്ക്. മറ്റേ പടക്കത്തിനുള്ള ഇതായില്ലേ, ഇത് മത്താപ്പ് കമ്പിത്തിരി അതിനൊക്കെ ഉള്ളതായി. കുറച്ചുകൂടി പവർ കൂട്ടണം, കുറച്ചും കൂടി. ടൈപ്പ് കോമ്പറ്റീഷൻ ആണ് രണ്ടുപേരും. ഒരു കൊച്ചു കുഞ്ഞും റിമിയായിട്ട് റിമിയായിട്ടെന്ന് ഞാൻ പറഞ്ഞു. റിമിയായിട്ട് ഇത്രയും കോമ്പറ്റീഷൻ വേണം ഒരു ചിരി. മക്കളെ സൂപ്പർ ആയിരുന്നു കേട്ടോ. യൂസഫ് അലി കച്ചേരി എഴുതിയ പാട്ടാണെന്നാണ് പറഞ്ഞത്. എന്ത് രസമുണ്ട്. അദ്ദേഹം വളരെ സാൻസ്ക്രിറ്റ് കലർത്തിയ പാട്ടുകളൊക്കെയാണ് എഴുതുന്നത്. പക്ഷെ സിമ്പിളായിട്ട് എഴുതിയ പാട്ടിന് ഒരു വലിയ അർത്ഥമുണ്ട്. അതായത് കണ്ണുനീരിന് ടാറ്റ ചുടു കണ്ണുനീര്. അപ്പൊ കണ്ണുനീരെന്ന് പറയുന്ന ഐസ്റ്റിക് പോലെയല്ലല്ലോ വരുന്നത്, ചൂടായിട്ടല്ലേ വരുന്നത്. ചിരിക്കാം ചിരിക്കാം ചിരിച്ചുകൊണ്ടിരിക്കാം ചിരിയുടെ അമിട്ടിന് തിരികൊളുത്താം. സത്യമല്ലേ? കണ്ണുനീരിന് ടാറ്റ ചുടു കണ്ണുനീരിന് ടാറ്റ. എന്തിനാണ് കരഞ്ഞിട്ട് എന്ത് കാര്യം? പിന്നെ കരഞ്ഞാലും മരിക്കും, ചിരിച്ചാലും മരിക്കും. എന്നാ പിന്നെ ചിരിച്ചോണ്ടെങ്കിൽ കുലുങ്ങി ചിരിക്കാനാണ് കവി പോയി പറഞ്ഞിരിക്കുന്നത്. കരഞ്ഞിട്ട് മരിച്ചാലും നരകത്തിലാണെങ്കിൽ കുലുങ്ങി ചിരിച്ചിട്ട് മരിച്ചൂടെ? ചിരിച്ചൂടെ? അല്ല, ചിരി ഒരു നല്ല ഔഷധമാണ് കേട്ടോ. ഇതുപോലെ പല സ്ഥലങ്ങളിലും ചിരിയുടെ പിന്നെ ഗ്രൂപ്പ്സ് ഉണ്ട്. ഒരു മണിക്കൂറാണ് ക്ലാസ്. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു തമാശ പറയുമ്പോ അങ്ങ് ചിരിക്കുക. നമ്മുടെ മൈൻഡിനും നമ്മുടെ ബോഡിക്കും ഹെൽത്ത് തരുമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മോൾ ഇവിടെ വന്ന് പാടിയപ്പം ഞാനിങ്ങനെ ഇരുന്നില്ല. അപ്പം പാട്ടങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞപ്പം എനർജി ലെവൽ അങ്ങോട്ട് കേറിയിട്ട് എനിക്ക് ആരെ അടിക്കണമെന്ന് എനിക്കറിയാം. ആ സൈഡിലോട്ട് അധികം ശരിക്കും കേട്ടില്ല. ഒന്നുകൂടെ പ്ലീസ്. അല്ലല്ല, കുലുങ്ങി ചിരിക്ക്. ഇങ്ങനെ മതിയോ? എത്ര ചിരിയ റിമു ഒന്ന് കുലുങ്ങി ചിരിച്ചേ. കുലുങ്ങിയോ? കുലുങ്ങി ചിരി. നാണച്ചിരി. ലുക്ക് ഇവിടെ. ഇനി വേറെ ചിരി. ഇനി അട്ടഹാസം. മിസ്റ്റിമോളെ കണ്ട ഒരൊറ്റ പാട്ടുകൊണ്ട് ഇതേ ഫ്ലോർ മൊത്തം ചിരിയായി. അതെ 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 അതെ. ഇനി ഇവിടെ വേണ്ടേ? പേര് തന്നെ ചിരിക്കുട്ടൻ എന്നുള്ള ഒരാളാണ് പാട്ടുകാരിൽ ആരുണ്ടെങ്കിൽ. എന്നെ എപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്നത് ചിരിയുടെ പര്യായമായിട്ടാണ്. അപ്പം ഈ 10,000 രൂപ മറ്റേ പൂക്കുറ്റി എന്നൊക്കെ പറഞ്ഞ എല്ലാരും നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്ക് കളിയാക്കാൻ. അപ്പൊ എന്തായാലും മോള് എനിക്ക് വേണ്ടി പാടിയ പാട്ടാണെന്ന് ഞാൻ സ്വയമായിട്ട് ഞാൻ എടുക്കുകയാണ്. അസലായിട്ട് പാടി വലിയൊരു കാര്യമായിരുന്നു. ആൻഡ് സെലക്ഷൻ ഈസ് ഓൾസോ വെരി ഗുഡ്, വെരി ഗുഡ്. ആള് ലിറ്റിൽ ഏഞ്ചൽ ആയിരുന്നെങ്കിലും പറഞ്ഞ വാക്കുകൾ അല്ലേ. ഞാൻ എപ്പോഴും സ്റ്റേജിൽ സംസാരിക്കുമ്പോ ഇങ്ങനെ പോസിറ്റീവ് കാര്യങ്ങൾ, നമ്മള് സങ്കടങ്ങൾ മറക്കുക, അല്ലെങ്കിൽ സ്റ്റേജിൽ ഇങ്ങനെ ഓഡിയൻസിൽ ഒരുപാട് ചിരിച്ച് ഞാൻ ബാലൻസ് ചെയ്യാൻ ഇതിൽ കരയും. അല്ലെങ്കിൽ അതും ദോഷമാണ്. കണ്ണുനീരൊക്കെ മറന്നുപോയി കഴിഞ്ഞാല് കണ്ണുനീര് വറ്റിപ്പോവും. അതെ അതെ അതെ. അതൊക്കെ ആവശ്യത്തിന് നമ്മൾ കറക്റ്റ് കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കണം. അതൊരു ബാലൻസ്ഡ് ആയിട്ട് പോകണം. അതെ. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഈ പാട്ട് ഞാൻ ആലോചിക്കുക എന്തുകൊണ്ട് ഇതൊക്കെ നമുക്ക് സ്റ്റേജിൽ ഈ രണ്ടുപേരി പോരെ, കരഞ്ഞാലും മരിക്കും ചിരിച്ചാലും മരിക്കും, എന്നാ പിന്നെ ചിരിച്ചുകൂടെ എന്നൊക്കെ പറയുന്നത് വളരെ എല്ലാവരുടെയും ടച്ചിങ് ആയിട്ടുള്ള. കാരണം മസിൽ പിടിച്ച് ഇങ്ങനെ ഒരുപാട് നല്ല, നമുക്ക് പിന്നെയും കുഴപ്പമില്ല. ഈ കോമഡി ആർട്ടിസ്റ്റുകളാണ് ഇത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത്. എത്ര തമാശ പറഞ്ഞാലും താഴെ ഇരിക്കുന്ന ആൾക്കാർ ചിരിച്ചില്ലെങ്കിൽ അവരുടെ കോമഡി ഏറ്റില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അടുത്ത പ്രോഗ്രാമിന് ഞാൻ ഈ പാട്ട് പാടും. ഞാൻ എന്റെ മനസ്സിൽ ഈ പാട്ട് ഇപ്പൊ ചിലപ്പോ പാട്ട് ഫുള്ള് പാടിയില്ലാലും ഈ 4 വരിയെങ്കിലും പറഞ്ഞ് ഞാൻ അവരെ മാക്സിമം മറ്റേ സന്തോഷിപ്പിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ച് എന്നാ ഞാനും പാടും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.